എല്ലാവർക്കും മല്ലു ട്രാവലർ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പം നമ്മൾ പറയാൻ പോകുന്നത് ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ. ചെറുതല്ല, ഇത് നമ്മളെ കൊണ്ട് അപേക്ഷിച്ച് വലിയൊരു ഇൻഫർമേഷൻ വീഡിയോ തന്നെയാണ്. OLXൻ്റെ തട്ടിപ്പ്, അതാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. OLX ആപ്പ് പൊതുവേ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ആപ്പാണ്. കാരണം സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ മേടിക്കാനും വീട്ടിലേക്കുള്ള സെക്കൻഡ് ഹാൻഡ് ഉപകരണങ്ങൾ മേടിക്കാനും നമ്മുടെ ഉള്ളത് വിൽക്കാനും എല്ലാം ആയിട്ടുള്ള ഒരു ആപ്പാണ് OLX. അപ്പോൾ നമ്മൾ OLX ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് എപ്പോഴും മേളിൽ കാണിക്കാറുണ്ട്. നമ്മളെ പട്ടാളക്കാരെന്നുള്ള രീതിയിൽ ചെമഞ്ഞ് നമ്മളെ പറ്റിച്ചേക്കാം എന്ന് OLX എപ്പോഴും കാണിക്കാറുണ്ട് നോട്ടിഫിക്കേഷനായിട്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും അത് കാര്യമായിട്ട് എടുക്കാറില്ല. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരന് സംഭവിച്ച ഒരു കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. കൂട്ടുകാരൻ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൂക്ക് 390 എടുക്കാനായിരുന്നു പുള്ളി ആഗ്രഹിച്ചത്. അപ്പോൾ OLXലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഒരു 60,000 രൂപ റേഞ്ചിൽ ഒരു ഡൂക്ക് 390 വിൽക്കാനായിട്ട് ഗോവയിലിട്ടിരുന്നു. ഇട്ടുന്ന സമയത്ത് അത് നമ്മൾ ചോദിച്ചപ്പോൾ NOC എല്ലാം ഉണ്ട്, ഫിനാൻസ് വേറൊന്നുമില്ല, എല്ലാം ഓക്കെയാണ് എന്നുള്ള രീതിയിലായിരുന്നു വണ്ടി. അപ്പോൾ എൻ്റെ അടുത്ത് അവൻ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ അവൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, നീ ആദ്യം വിളിച്ചപ്പോൾ ഒരു ഹിന്ദിക്കാരനായിരുന്നു. വിളിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, വണ്ടി നമ്മുടെ സ്ഥലത്ത് എപ്പോൾ എത്തുന്നോ അപ്പം പൈസ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, കാരണം നമുക്ക് ആദ്യം പേയ്മെൻ്റ് ഒന്നും അടയ്ക്കേണ്ട, നമ്മുടെ വണ്ടി നമ്മുടെ കയ്യിൽ എത്തുവാണല്ലോ, അപ്പോൾ വണ്ടി നോക്കിയിട്ട് കൊടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം. അപ്പം അവനെല്ലാം സമ്മതിച്ചു, ഓക്കെ ആക്കി. അപ്പോൾ അവരാദ്യം തന്നെ നമ്മുടെ ആധാറും ID കാർഡും അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. കാരണം അവർ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുത്തപ്പോൾ നമ്മളും തിരിച്ച് ചോദിച്ചപ്പോൾ അവരിങ്ങോട്ട് നമ്മൾക്ക് പുള്ളിയുടെ മിലിറ്ററി ക്യാൻറ്റീൻ്റെ ഒരു കാർഡ് തന്നു, അതിനുശേഷം ഒരു ID പ്രൂഫിൻ്റെ കാർഡ് തന്നു, ഇതെല്ലാം തന്നു പട്ടാളക്കാരുടെ രീതിയിൽ. പുള്ളിയുടെ പേര് ഞാൻ എല്ലാം കാണിച്ചേക്കാം, ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ പുള്ളിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇപ്പോൾ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ആൾ, ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ആൾ. അപ്പം അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം തന്ന സമയത്ത് നമുക്ക് വിശ്വാസമായി, ഇത് ഓക്കെ. അപ്പോൾ പുള്ളി നമ്മൾ എല്ലാം ഡീലാക്കി വെച്ചതിന് ശേഷം ഇത് ചെയ്യാൻ പറഞ്ഞു, വണ്ടി പുള്ളി അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അയക്കാൻ വേണ്ടിയിട്ട് ഒരു 3,500 രൂപ ഫീസാവുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് എൻ്റെ അടുത്ത്, പക്ഷേ അവനത് പറഞ്ഞില്ലായിരുന്നു 3,500 രൂപ ഫീസ് അടയ്ക്കുന്ന കാര്യം. അപ്പോൾ അവൻ അടച്ചു, കാരണം അവർക്ക് മിലിറ്ററി വഴിയാണ് വണ്ടി വരുന്നതെന്നും പറഞ്ഞ് അതിൻ്റെ സ്ലിപ്പും അവൻ അയച്ചു കൊടുത്തു. കാരണം മിലിറ്ററിയുടെ സ്ലിപ്പും ഈ വണ്ടി കയറ്റി വിട്ടു എന്നുള്ള. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വിളിച്ച് പറഞ്ഞു, വണ്ടി ഏകദേശം നാഗർകോവിൽ എത്താറായിട്ടുണ്ട്. അപ്പം വണ്ടി നിങ്ങൾ എടുക്കാൻ ചെല്ലുന്നതിന് മുമ്പ് അവർക്ക് 11,200 രൂപ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സംശയം തോന്നി. അപ്പോൾ ഞാൻ അവനടുത്ത് പറഞ്ഞിട്ട് അയക്കേണ്ട, പക്ഷേ അവന് വണ്ടി വേണമെന്ന് അധികം ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മളായാലും അത് തന്നെ വണ്ടി എടുക്കാൻ ആഗ്രഹിച്ച് നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ അയച്ചു പോകും. അപ്പോൾ അങ്ങനെ പുള്ളി അയച്ചു കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വിളിച്ച് പറഞ്ഞു, ഈ 11,200 രൂപ 200 രൂപ ആദ്യവും 11,000 അയക്കേണ്ടത്, പക്ഷേ നിങ്ങളത് തെറ്റ് കാണിച്ചു, ഒന്നുകൂടെ അയക്കണം. പക്ഷേ ഈ കാര്യം അവൻ ഫസ്റ്റ് നമ്മുടെ അടുത്ത് പറയുന്നില്ല. പിന്നെ ഇവൻ വീണ്ടും അയച്ചു, മൊത്തം 22,000 സംതിങ് അവൻ അയച്ചു കഴിഞ്ഞിട്ട് അവർ വിളിച്ച് പറഞ്ഞു, വണ്ടി എത്തണമെങ്കിൽ ഇനി ഫുൾ എമൗണ്ട് കൊടുത്താലേ പറ്റുമെന്ന്. ഇതായിരുന്നു തട്ടിപ്പിൻ്റെ ആദ്യം. നമുക്ക് കിട്ടിയ തട്ടിപ്പിൻ്റെ ആദ്യം ഇതായിരുന്നു. അങ്ങനെ നമ്മുടെ പൈസ ഏകദേശം പോയി. പിന്നെ നമ്മൾ വണ്ടി വേണ്ടാന്ന് പറഞ്ഞു, കാരണം വണ്ടി ഇനി വേണ്ട, നമ്മൾ കൊടുത്ത പൈസ തിരിച്ചു തരണം പറഞ്ഞു. പക്ഷേ അവർ തിരിച്ചു തരാൻ തയ്യാറായില്ല. അവർ പറയുന്നു അവർ മിലിറ്ററിയിലെ വഴിയാണ് വണ്ടി കൊണ്ടുവന്നത്, അതുകൊണ്ട് നമുക്കെതിരെ ക്രൈം ബ്രാഞ്ചിൽ പരാതി കൊടുത്തിട്ട് അവർ പോത്തോളം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തി. നമ്മളും തിരിച്ചും അങ്ങോട്ടും ഭീഷണിപ്പെടുത്തി. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് കയർക്കുക. അവസാനം നമ്മുടെ കൂട്ടുകാരൻ സ്റ്റേഷനിൽ പോയി പരാതി നൽകിയപ്പോഴും സ്റ്റേഷനിലുകാരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇവരെ പിടിക്കാൻ വേറെ മാർഗ്ഗങ്ങളില്ല, കാരണം ഒന്നുമില്ല. പിന്നെ സ്റ്റേഷൻകാർ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇതുപോലെ നിങ്ങൾ വേറെ ഒരു ഫോണിൽ നിന്നോ എന്തെങ്കിലും അവരെ വിളിച്ചിട്ട് ഇതുപോലെ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് ഒന്ന് കൺഫേം ആക്കി എടുത്തതിന് ശേഷം അവരെ നമ്മുടെ ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കാൻ പറ്റൂലെന്ന് നോക്കുക. അതാണ് നമുക്ക് പറ്റുന്നൊരു മാർഗ്ഗം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ ട്രേസ് ചെയ്യാനും പിടിക്കാനും പറ്റൂ, അല്ലാതെ ഒരു മാർഗ്ഗമില്ല അവരെ പിടിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഒന്നുകൂടെ അവരെ കിട്ടുമല്ലോ നോക്കി കോളിലൊക്കെ. പിന്നെ നമ്മൾ വേറൊരു ഫോണിൽ നിന്ന് പുള്ളിക്ക് മെസ്സേജ് നോക്കിയപ്പോഴും പുള്ളിക്ക് ഇതുപോലെ തന്നെ വണ്ടി കൊണ്ട് തരാം, മിലിറ്ററി ക്യാൻറ്റ് വഴിയാണ് അയക്കുന്നത്, അങ്ങനെയുള്ള രീതിയിൽ. അപ്പം പുള്ളി നമ്മളെ ഇവിടെ എത്തിക്കാൻ പറ്റുന്ന മാക്സിമം ശ്രമിച്ചു നോക്കി. നമുക്ക് ഒരു രക്ഷയില്ല പുള്ളിയെ എത്തിക്കാനായിട്ട്. കാരണം അല്ലെങ്കിൽ തന്നെ ഒരു പട്ടാളക്കാരെന്ന് വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ അവരൊന്ന് വീഡിയോ കോളിങ് വിളിക്കാൻ വരെ നമ്മൾ പറഞ്ഞു നോക്കി, നമുക്കൊരു വിശ്വാസത്തിന് വേണ്ടിയിട്ട്. വേറൊരു ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്, വേറെ ആളായിട്ട്. അതും വീഡിയോ കോളിങ് ചെയ്യാനും പറ്റില്ല. അവർ പറയുന്ന അവർ പട്ടാളത്തിലാണ് നിൽക്കുന്നത്, അവർക്ക് അവരുടെ റൂൾ അനുസരിച്ച് വീഡിയോ കോളിങ് പറ്റൂല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാവരെയും തട്ടിപ്പ് നമ്മൾ പെട്ടുപോകുന്നത് തട്ടിപ്പിൽ. അപ്പം നിങ്ങളും ഇനി ഇതുപോലുള്ള വരുമ്പോഴത്തേക്ക് നമ്മൾ വാഹനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ കാരണം നമുക്ക് വണ്ടി പോയി കാണാൻ പറ്റും, നമുക്ക് ഇങ്ങോട്ട് അല്ലെങ്കിൽ ഫോട്ടോ അയച്ചു തന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്ക് കേരളയിലാകുമ്പോഴത്തേക്ക് നമ്മൾ പുറത്തോട്ടുള്ള സ്റ്റേറ്റുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു വിധത്തിലും പറ്റില്ല. കാരണം നമ്മുടെ കൂട്ടുകാരൻ ഇപ്പോൾ നഷ്ടപ്പെട്ട ഏകദേശം 26,000 രൂപയോളം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അത് കിട്ടാൻ ഇനി ഒരു മാർഗ്ഗമില്ല. അപ്പോൾ നിങ്ങൾ ഇനി ചതി വീഴാതിരിക്കുക. OLX നമ്മൾ പരമാവധി മാക്സിമം സൂക്ഷിച്ച് ഉപയോഗിക്കുക OLX. കാരണം
പല രീതി തട്ടിപ്പ്, വിസ തട്ടിപ്പ് വരെ അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ആരും തട്ടിപ്പിൽ വരാതിരിക്കുക. അഥവാ നമ്മളിങ്ങനെ എന്തെങ്കിലും അഥവാ നമുക്ക് ഫ്രോഡായിട്ട് കരുതിയിട്ടുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ സ്റ്റേഷനിൽ അറിയിച്ച് നമ്മൾ അവരുടെ മുമ്പിൽ ഇരുന്ന് ഇതുപോലെ നമ്മൾ ചാറ്റ് ചെയ്യാൻ തുടങ്ങും അവരുമായിട്ട്. കാരണം അവർക്കപ്പം ട്രേസ് ചെയ്തെടുക്കാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം ചിലപ്പോൾ കിട്ടും. കാരണം മിലിറ്ററി ക്യാൻറ്റീൻ്റെ വരെ അവരുടെ ഒരു കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. മിലിറ്ററി ക്യാൻറ്റീൻ്റെ, മിലിറ്ററി കൊറിയർ സർവീസിൻ്റെ ഒരു ആധാർ കാർഡ് അല്ലെങ്കിൽ മിലിറ്ററിയുടെ കാർഡ് വരെ അവർ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയേക്കാണ്, നമുക്കറിയാൻ പറ്റാത്ത രീതിയിൽ തന്നെ. അപ്പം നിങ്ങൾ തട്ടിപ്പിൽ പെടാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഇൻഫർമേഷൻ വീഡിയോ ഇതാണ്. OLX എല്ലാവരും സൂക്ഷിച്ച് ഉപയോഗിക്കുക. മാക്സിമം സാധനങ്ങൾ നമ്മുടെ കേരളയിൽ നിന്ന് തന്നെ മേടിക്കാൻ ശ്രമിക്കുക. നമുക്ക് പോയി കാണാൻ പറ്റുന്ന രീതിയിൽ സ്ഥലത്തു നിന്നാണെങ്കിൽ നമുക്ക് അത്രയും നല്ലതായിട്ട് നമുക്ക് എന്നും OLX നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഇൻഫർമേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പം നന്ദി.